ശ്രീകുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ തുടരെ നിയമനങ്ങൾ വിവാദത്തിലാകുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് വരുന്ന വ്യക്തികൾക്ക് സംഘപരിവാർ ബന്ധം ഉണ്ട് എന്ന ആരോപണം ശക്തമാകുന്നു. നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ആരോപണമുയർത്തിയ PM നിയാസാണ് നമുക്കൊപ്പമുള്ളത്. ഇപ്പോൾ യുവജന സംഘടനകൾ, KSUവിന്റെ ഭാഗമായിട്ടുള്ളവർ, MLA മാർ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ നൽകുകയാണ്. ഇത് പുനഃപരിശോധിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ നിരന്തരം ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അത് മുഖ്യമന്ത്രിക്കും മറ്റും ഇങ്ങനെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടേണ്ടി വരുന്നു സംഘടനകൾക്കുള്ളിൽ നിന്ന്, യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് എന്നൊരു സാഹചര്യം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? എന്താണ് ഈ നിയമനങ്ങളുടെ മാനദണ്ഡം? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിനാണോ 10 വർഷം പുറത്തിരുന്ന സർക്കാർ അധികാരം ഏറ്റത്? ഇങ്ങനെ സ്വന്തം പാർട്ടിക്കാരായവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിയമനങ്ങൾ 2 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നോക്കൂ ശ്രീമതി രേണുക, UDF 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയത് സ്വന്തം പാർട്ടിക്കാരെ നിയമിക്കാനല്ല. അത് 10 വർഷം LDF ഉണ്ടാക്കി വെച്ചിട്ടുള്ള, കേരളത്തിന് പൊതുവെ ഉണ്ടാക്കിയിട്ടുള്ള ദുരന്തത്തെ മറികടന്നുകൊണ്ട് കേരളത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള ജനാധിപത്യ സംവിധാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനാണ്. അങ്ങനെ ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലും UDFന്റെ ഘടകകക്ഷികളിലും അവർക്ക് താല്പര്യമുള്ള ചില വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. അത് ഏത് ഗവൺമെന്റ് വന്നാലും ഉണ്ടാകുന്നതാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നാൽ അത് ഉണ്ടാകാത്തതിന്റെ കാരണം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എപ്പോഴും അവരുടെ ആളുകളെ മാത്രമേ ഏത് പദവിയിലും നിയമിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതേ രീതിയിൽ കോൺഗ്രസ് 10 വർഷത്തെ ഭരണത്തെ നോക്കി കണ്ടതുകൊണ്ടാണ് ഇത്തവണ ഈ നിയമനങ്ങളൊക്കെ വിവാദമായിട്ട് വന്നു എന്ന് നമുക്ക് തോന്നുന്നത്. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നിയമിക്കപ്പെടുന്ന ആളുകൾ അവരെ സാധാരണഗതിയിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ നിർദ്ദേശിക്കുന്നവരാണ്. അതാ കോൺഗ്രസ് നേതാക്കൾക്ക് അവരോടുള്ള ബന്ധം എന്താണെന്ന് ആദ്യം അന്വേഷിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം മന്ത്രി കെ മുരളീധരൻ തൃശ്ശൂരിലൊരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് എന്താണെന്ന് അറിയാമോ? തൃശ്ശൂരിലെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഒരു തഹസീൽദാരെ ഇവിടെ ഒരു താലൂക്കിൽ നിയമിച്ചത്. അതിനെതിരെ ആക്ഷേപം വന്നപ്പോൾ ആ തഹസീൽദാരെ മാറ്റിയിട്ട് കോൺഗ്രസ് ബന്ധമുള്ള തഹസീൽദാരെ തന്നെ നിയമിച്ചു. അപ്പൊ കോൺഗ്രസ് നേതാക്കളാണ് ശുപാർശ ചെയ്യുന്നത് എന്ന് ശ്രീ കെ മുരളീധരൻ ചൂണ്ടിക്കാണിച്ചത് ഞാനിവിടെ വ്യക്തമാക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ നിയമിക്കപ്പെടുന്നവർ അവരെന്തായാലും CPM-കാരോ അല്ലെങ്കിൽ BJP-കാരോ ആവില്ല. അവർക്ക് പൂർവ്വകാല ബന്ധത്തിൽ അവർക്ക് ഏതെങ്കിലും പാർട്ടി ബന്ധം കാണുമായിരിക്കും, കോൺഗ്രസ് ബന്ധമല്ലാതെ. അവർ ദ്രോഹ നടപടികളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ആ പ്രാദേശിക തലങ്ങളിലുള്ളവർ പറയുന്നതിലായിരിക്കും ഞാനും വിശ്വാസം അർപ്പിക്കുന്നത്. പക്ഷെ അവർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുകയും പിന്നെ കോൺഗ്രസ്സായി പ്രവർത്തിക്കുകയും അവർ കഴിവുള്ളവരാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ അവരെ നിയമിക്കാവുന്നതാണ്. അപ്പോൾ പഴയ കാര്യങ്ങൾ അവർ തള്ളിപ്പറയണം. മറിച്ച് യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും കോൺഗ്രസിനെയും ദ്രോഹിച്ചവർ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ ശുപാർശയിൽ ഗവൺമെന്റിന്റെ ഉന്നത സ്ഥാനത്ത് എത്തുകയാണെങ്കിൽ അവരെ കൈക്കല കൂടാതെ ചെവിക്ക് പിടിച്ചു പുറത്തിടണം. അതാണ് അഭിപ്രായം. അപ്പൊ അക്കാര്യത്തിൽ ശ്രീ നിയാസ് പറഞ്ഞതുപോലെ അക്കാര്യത്തിൽ മുഖ്യമന്ത്രി ശ്രദ്ധിക്കും എന്ന രീതിയിലാണ് ഇപ്പൊ ശ്രീ നിയാസ് പറഞ്ഞത്. അപ്പൊ കോൺഗ്രസിന്റെ അഭിപ്രായമാണ് ശ്രീ നിയാസിൽ നിന്ന് പുറത്തു വന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെ നിയമിക്കപ്പെടുന്നവർ അവരെന്തായാലും ഒരു ശുപാർശയിൽ വന്നതാണല്ലോ, അവരാലോചിക്കണം. ഞങ്ങൾ UDF അധികാരത്തിൽ വരുമ്പോൾ ഇങ്ങനെ നിയമനത്തിനായി ക്യൂ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ പാർട്ടിക്ക് എന്ത് ചെയ്തു? ഞങ്ങൾ ഈ പാർട്ടിയിലായിരുന്നോ? അതോ ഞങ്ങൾ പിൻവാതിലിൽ കൂടെ ചുളിവിൽ കടന്നുകൂടാൻ ശ്രമിക്കുന്നവരാണോ എന്ന് അവർ ചിന്തിക്കണം. അങ്ങനെ അവർ ചിന്തിക്കാത്തതാണെങ്കിൽ, അവർ പാർട്ടി പ്രവർത്തകരാണെങ്കിൽ അതിൽ വിരോധമില്ല. മറിച്ച് പാർട്ടിയെ ഇപ്പോഴും എതിർക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ നിയമിക്കുന്നത് തെറ്റാണ്. അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയൊന്നുമല്ല, അത് കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിക്കലാണ്. എന്ന് വെച്ച് പകരം ഒരു കോൺഗ്രസ് നേതാവിനെ നിയമിക്കണം, അല്ലെ കോൺഗ്രസ് ബന്ധമുള്ള ആളെ നിയമിക്കണം അല്ല അതിന്റെ അർത്ഥം. കോൺഗ്രസിനെയും UDFനെയും തളർത്താൻ ശ്രമിക്കുകയും UDF അധികാരത്തിൽ വരുമ്പോൾ എങ്കിൽ പിന്നെ എന്നെ കൂടെ നിയമിക്കൂ എന്ന് പറയുകയും ചെയ്യുന്നത് അതൊരു ചീത്ത പ്രവണതയാണ്. അത് മാറ്റുക തന്നെ വേണം. പക്ഷെ ഇവിടെ ഇപ്പൊ 2-3 കാര്യങ്ങൾ ഉണ്ട്. അത് മന്ത്രി തന്നെ പറയുമ്പോൾ പിന്നെ നമുക്കതിൽ പിടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. മന്ത്രി പറഞ്ഞത് കോൺഗ്രസ് നേതാവ് ശുപാർശ ചെയ്തെന്നാ. അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ ആദ്യം ശുപാർശ കാര്യത്തില് അവരൊരു മിതത്വം പാലിക്കണം. കാരണം വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്തവർ തന്നെയാണ് പാർട്ടിക്കാരായി നിയമിക്കപ്പെടുന്നെങ്കിൽ നിയമിക്കപ്പെടേണ്ടത്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അവർ കഴിവുള്ളവരും ആയിരിക്കണം. രണ്ടും ഉണ്ട്.
ഇതിൽ 2-3 നിയമനങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ അഭിപ്രായ ഭിന്നത എനിക്കുമുണ്ട്. ഇപ്പൊ നമ്മളെ പലവട്ടം ചർച്ച ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ കേൽക്കറുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ കാര്യത്തില്, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യത്തില്, അതുപോലെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് കീഴിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആയിട്ട് ശേഷാദ്രിനാഥനെ നിയമിച്ചതിൽ ശ്രീ നിയാസ് ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചതിലൊക്കെ നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളാണ്. മറിച്ച് ഒരു മന്ത്രിയുടെ PA അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ സ്റ്റാഫില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിഭാഷക വൃത്തിയിലെ ഗവൺമെന്റിന്റെ ഇതിലൊക്കെ നിയമിക്കപ്പെടുന്നവർ പാർട്ടിയുമായും ഗവൺമെന്റുമായും തീർച്ചയായിട്ടും ബന്ധമുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ജാമ്യം കിട്ടിയല്ലോ നമ്മുടെ മുൻ ഗവൺമെന്റ് ലീഡറായ CPM വനിതാ നേതാവ്, അവരെ ഒരു ജാമ്യാപേക്ഷയിൽ അവർ ഗവൺമെന്റിന്റെ വിരുദ്ധമായ മനോഭാവം സ്വീകരിച്ചു എന്ന് പറയുകയും ഗവൺമെന്റ് അവരെ മാറ്റുകയൊക്കെ ചെയ്തറിയാമല്ലോ. ഗീലാകുമാരിക്ക് പകരം സന്തോഷിനെയൊക്കെ നിയമിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള അവസ്ഥകൾ ഇനിയും ആവർത്തിക്കുമെന്നതാണ് ലോയേഴ്സ് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നത്. മാത്രവുമല്ല, ഇത് തിരുത്തപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഇനിയും ഇക്കാര്യങ്ങളിൽ തുറന്നു പറച്ചിലുണ്ടാകും, ആ ലിസ്റ്റ് പുറത്തുവിടും എന്ന ഒരു ഭീഷണി കൂടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ മാറ്റി നിർത്തൂ ശ്രീകുമാർ. നോക്കൂ, ഇവിടെ ഇപ്പോ യുവജന സംഘടനകൾ, MLA-മാർ ഉൾപ്പെടെ സമീപിക്കുകയാണ് മുഖ്യമന്ത്രിയെ. ഇത് തിരുത്തണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുകയാണ്. എങ്ങനെയാണ് സംഘപരിവാറുകാർ ഈ തന്ത്രപ്രധാന ഇടങ്ങളിലേക്ക് വരുന്നത്? അതിനായി പുതിയ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ചെലവ് ചുരുക്കുന്ന സർക്കാർ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്. ഇത് ആരുടെ തീരുമാനമാണ്? ആർക്ക് വേണ്ടിയാണ് ഇത്? അല്ലെ, സംഘപരിവാർ ബന്ധമുള്ളതെന്ന് എനിക്കത് മനസ്സിലായില്ല. അത് ഏതാണെന്നുള്ളത് വ്യക്തമാക്കിയാൽ ഞാൻ പറയാൻ. ഇപ്പോൾ DS ശരത്തിന്റെ കാര്യം സീനിയർ പ്ലീഡറായിട്ടുള്ള നിയമനമാണ്. അദ്ദേഹം ABVP പ്രവർത്തകനാണ്. ഈ RSSകാരുടെ കൊലപാതക കേസുകൾ ഉൾപ്പെടെ നിരന്തരമായി അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതെ, അതാണിപ്പോ തർക്ക വിഷയമായിട്ടുള്ള. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിലുള്ള ആളാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ലോയേഴ്സ് കോൺഗ്രസിലാണെങ്കിൽ അദ്ദേഹം ആ വിദ്യാർത്ഥി പരിഷത്ത് ബന്ധവും BJP ബന്ധവും വിട്ടിട്ടാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഒരു പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് വന്നിപ്പോ സന്ദീപ് വാര്യർ MLA ആയില്ലേ. അപ്പൊ അത് വേറെ വിഷയമാണ്. അത് നേരെ മറിച്ച് ഇപ്പോഴും അദ്ദേഹം വേറൊരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും UDF അധികാരത്തിൽ വരുമ്പോൾ UDFന്റെ ഭാഗമായുള്ള ഗവൺമെന്റ് അഭിഭാഷക ജോലിയിൽ ഏർപ്പെടുകയും ചെയ്താൽ അത് കോൺഗ്രസ് പരിശോധിക്കേണ്ടതാണ്. മറിച്ച് അദ്ദേഹം പാർട്ടി വിട്ടതാണെങ്കിൽ അതില് കുറ്റം പറയാൻ കഴിയില്ല. അത് പാർട്ടി വിട്ടോ ഇല്ലേ എന്നുള്ളത് ഇന്ന് ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഇപ്പോൾ അദ്ദേഹം ലോയേഴ്സ് കോൺഗ്രസ് ആണ്. അപ്പൊ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് വെച്ചാല് അതിൽ കോൺഗ്രസ്സുകാർക്ക് അംഗത്വം എടുക്കാൻ കഴിയുള്ളൂ. ഇനിയിപ്പോ അതിൽ അംഗത്വം എടുത്തതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അത് കോൺഗ്രസ് വിരുദ്ധ മനോഭാവമുള്ളവരാണ് നിയമിക്കപ്പെടുന്നതെങ്കിൽ അവരെ എന്തായാലും അവർ സ്വയം മാറുകയാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരുടെ വികാരം മാനിച്ചിട്ട് ഗവൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമെന്ന് തോന്നിയാൽ അതാണ് അതിന്റെ പ്രധാനപ്പെട്ടത്. കാരണം കോൺഗ്രസ്സുകാരെ നിയമിക്കാനല്ല ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്, പണ്ട് CPM ചെയ്തതുപോലെ. മറിച്ച് ഗവൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളാണ് നിയമിക്കപ്പെടുന്നതെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. അത് ഗവൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളാണോ എന്ന് പറയേണ്ടത് ഗവൺമെന്റ് അധികാരികളാണ്. അവരത് വ്യക്തമാക്കും. അങ്ങനെ വ്യക്തമാക്കിയിട്ടും ഗവൺമെന്റ് വിരുദ്ധമായ നിലപാട് ആ നിയമിക്കപ്പെടുന്നവർ കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടി വരും. അത് നിയമിക്കപ്പെടുമ്പോഴേക്കും പറയാൻ കഴിയില്ല. നിയമിക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡം പാർട്ടി വിട്ടയാളാണോ, ഇപ്പോഴത്തെ പാർട്ടി ഏതാണ്, ഇപ്പോഴത്തെ അനുഭവം ആരോടാണ്, ഇതൊക്കെ പരിശോധിക്കേണ്ടി വരും. പിന്നെ കഴിവും കൂടെ പരിശോധിക്കണം. അതല്ല പണ്ട് പ്രവർത്തിച്ചിരുന്നു, അക്കാലത്ത് KSUക്കാരായ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം എതിരായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ അദ്ദേഹം പാർട്ടി മാറിയെങ്കിൽ അതിന്റെ അർത്ഥം ആ പാർട്ടിയെ വിട്ടു എന്നുള്ളതാണ്. അപ്പൊ അതൊരു തർക്ക വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറിച്ചാണെങ്കിൽ ഗവൺമെന്റ് രാഷ്ട്രീയ നേതൃത്വം അക്കാര്യത്തിൽ ഉചിതമായ നടപടിയെടുത്ത് അതായത് ഈ ഗവൺമെന്റ് അധികാരത്തിലേറ്റത് കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകരാണ്. അവരെ വേദനിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള നിലപാടും കോൺഗ്രസ് നേതാക്കൾ ശുപാർശ ചെയ്യരുത്. ഞാൻ അതാ പറയുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾ ആദ്യം ഈ ശുപാർശ കത്തുമായി വരുന്നവരെ, ഇവരെ ഏത് കോൺഗ്രസ് നേതാവാണ് അവരെ ശുപാർശ ചെയ്തത്, ആ കോൺഗ്രസ് നേതാവാണ് ഒന്നാമത്തെ ഉത്തരവാദി. അലോഷ്യസ് സേവ്യർ അങ്ങനെയാണെങ്കിൽ ആരാണ് ആ കോൺഗ്രസ് നേതാവെന്ന് അന്വേഷിച്ചിട്ട് ആ കോൺഗ്രസ് നേതാവിനെ പോയിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരുത്താൻ ശ്രമിക്കുക. അതല്ല ഒരു പാർട്ടിക്കാരനെയാണ് നിയമിച്ചതെങ്കിൽ അത് ശരിയുമാണ്. ശരി, ഇതിപ്പോ കോൺഗ്രസിനുള്ളിൽ തന്നെ ആരാണ് തങ്ങൾക്കൊപ്പമുള്ളവർ, ആരാണ് പുറത്തു നിൽക്കേണ്ടവർ എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. നേരത്തെ ഈ ദേവസ്വം
ബോർഡ് പ്ലീനറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും അത്തരമൊരു അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. അവസാനം എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന കാര്യം പറയുന്നു എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തത്. ഇപ്പോഴും അത്തരം വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾ ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം